പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഞങ്ങൾ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ 0484-284510 എന്ന നമ്പറിൽ വിളിക്കുക. ഈ നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ, വാർത്തകൾ അതൊക്കെ അയച്ചു തരേണ്ടതുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി അയക്കാം. 6235968937 ഈ നമ്പർ വഴി ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ ഞങ്ങൾക്ക് അയച്ചു നൽകുകയും ചെയ്യാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ശിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുന്റെ കുടുംബം ഇന്ന് രംഗത്തെത്തി. അർജുന്റെ പേരിൽ മനാഫ് ഫണ്ട് ശേഖരണം നടത്തുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അങ്ങനെ ഒരു പണവും കുടുംബത്തിന് ആവശ്യമില്ല എന്ന് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയും സഹോദരി ഭർത്താവ് ജിതിനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിനെ സംബന്ധിച്ച് അയാളുടെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീടുള്ള അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ വോട്ട് ചെയ്തത് കുടുംബത്തിന് മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തത്, അത് തന്നെ പറയാനുള്ളൂ. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. ഇപ്പം അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മനാഫ് വൈകാരികത മുതലെടുത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ മറ്റൊരു ആരോപണം. അർജുന് 75,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നുവെന്നത് അടിസ്ഥാനരഹിതമാണെന്ന് കുടുംബം ഇന്ന് വ്യക്തമാക്കി. വ്യാജ പ്രചാരണങ്ങൾ കാരണം കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണെന്നും കുടുംബം അറിയിച്ചു. സ്വന്തം യൂട്യൂബ് ചാനലിൽ കാഴ്ചക്കാരെ കൂട്ടാൻ മനാഫും ഈശ്വർ മാൽപ്പയും ചേർന്ന് നാടകം കളിച്ചു എന്നാണ് അർജുന്റെ കുടുംബത്തിന്റെ മറ്റൊരു ആരോപണം. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അടിയിൽ അതൊരു ശരിയായ കാര്യമല്ല, അതൊരു തെറ്റായ കാര്യമാണ്. അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 75,000 രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണപ്രിയ അറിയാം, അച്ഛനാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിനെ സംബന്ധിച്ച് അയാളുടെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീടുള്ള അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ വോട്ട് ചെയ്തത് കുടുംബത്തിന് മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തത്, അത് തന്നെ പറയാനുള്ളൂ. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച മനാഫ് അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പ്രതികരിച്ചു. അർജുനെ കണ്ടെത്തുന്നതുവരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇനി അത് സജീവമാക്കും. പുതിയ ലോറിക്ക് അർജുന്റെ പേരിടും എന്നാണ് മനാഫിന്റെ പ്രതികരണം. ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം, അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയതിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടുന്നതോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടില്ലാലും ഒന്നും ചെയ്യണം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാൻ വേറെ ലെവലാ. എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ എൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ? അതേസമയം അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുകയാണ് ഉത്തര കന്നഡ SP M നാരായണ. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടത്തിയതിന് മനാഫിനും ഈശ്വർ മാൽപ്പയ്ക്കുമെതിരെ കർണാടക പോലീസ് കേസെടുത്തു. തുടക്കം മുതൽ തിരച്ചിൽ വഴിതിരിച്ചു വിടാനാണ് മനാഫ് ശ്രമിച്ചത് എന്ന് ഉത്തര കന്നഡ SP 24നോട് വ്യക്തമാക്കി. Yesterday of Munaf is misinformation us. They got the lorry. They never come directly to the SP. They never inform.
and so this Ranjit and Munaf and other fellows came directly and they want to do the operation in that mud side only. They never allow us to do that first day. If you done the same time, Arjun body may be lifted on the same day. So they want to delay the process and blame the government always. They want to get the credit for searching the lorry, lifting the lorry, and they have to blame the government, both governments. ഷഹദ് റഹ്മാനും ഒപ്പം അഭിജിത്ത് മുഴക്കുന്നും ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഹദ്, ഏത് സാഹചര്യത്തിൽ ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു, മനാഫിന്റെ ഇടപെടലുകളെ തുറന്നു കാണിക്കേണ്ടി വന്നു എന്നാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്? ഷഹദ്, ഉന്മേഷ, ഈ കാര്യങ്ങൾ, അതായത് ഈ അർജുന്റെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ അത്രയും, അതായത് മുൻപേ നടക്കുന്നുണ്ട്. ഈ അർജുന്റെ തെരച്ചിൽ നടക്കുന്ന 2ാം ഘട്ടം മുതൽ മനാഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. മനാഫ് പിന്നീട് അങ്ങോട്ട് അത്രയും ഈ യൂട്യൂബ് ചാനലിലും കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. ആരൊക്കെയോ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നു, നാടകമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പ്രധാനമായിട്ടും ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം ഈ കുടുംബം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമല്ല. പക്ഷേ ഇപ്പോൾ അത് അതിര് കടന്നു. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞത്. ഈ പ്രവർത്തനങ്ങൾ, അതായത് മനാഫ് ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അർജുന്റെ കുടുംബത്തെയും അർജുനെയും വെച്ച ഈ മനാഫും അതുപോലെ തന്നെ മനാഫിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ആക്ഷൻ കമ്മിറ്റിയും നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം എന്നൊരാവശ്യമാണ് ഈ കുടുംബം പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. അതിന് ഈ കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ അവർ നിരത്തുന്ന വാദങ്ങൾ എന്ന് പറയുന്നത്, കാരണം മനാഫിന് പല വഴിയിൽ ഇപ്പോൾ ഫണ്ട് വലിയ രീതിയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ അർജുൻ്റെയും പേരിൽ മനാഫും അതുപോലെ തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയും വിവിധ ഇടങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നുണ്ട് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. നിലവിൽ അർജുൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അർജുൻ്റെ ഭാര്യയ്ക്ക്, മകന് അങ്ങനെ ആരുടെയും പണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം അവർ അടിവരയിട്ട് പറയുകയാണ്. മാത്രവുമല്ല, കാരണം സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഭാര്യയ്ക്ക് ജോലി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അർജുന്റെ സഹോദരൻ, അവരുടെ വൈഫ്, അങ്ങനെ എല്ലാവർക്കും ജോലിയുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ പശുവിന്റെ പാലൊക്കെ കറന്നിട്ടാണ് ജീവിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ നിരത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ പൊതുസമൂഹത്തിലേക്ക് തങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ പറയാനോ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊക്കെ ഞങ്ങളുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിലാണ്, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ കഷ്ടപ്പാടിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയിലാണ് എന്ന തരത്തിലാണ് പൊതുസമൂഹത്തിൽ ഈ സംഘങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം എന്നൊരാവശ്യമാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. കാരണം അർജുനെ വിറ്റും അതുപോലെ തന്നെ അർജുന്റെ കുടുംബത്തെ വിറ്റും ആരും ജീവിക്കരുത് എന്നൊരു കാര്യമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഈ കുടുംബം പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ രത്നച്ചുരുക്കം. ശരി ഷഹദ്, ഏതായാലും കുടുംബം ആ നിലയ്ക്ക് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന് കൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ മനാഫ് ഏത് തരത്തിലാണ് ഈ കുടുംബത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത്? അഭിജിത്ത്, നിയോജക മണ്ഡല മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഉന്മേഷ്, നിരവധിയായ ആരോപണങ്ങൾ കുടുംബം മനാഫിനെതിരെ ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങളൊക്കെ തന്നെ തള്ളുകയാണ് മനാഫ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിച്ച ആരോപണമാണ്. ആ രീതിയിലുള്ള ഒരു ഫണ്ട് പിരിവ് തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനാഫ് പറയുന്നത്. അങ്ങനെ താൻ ഏതെങ്കിലും രീതിയിൽ അനധികൃതമായി ഈ കുടുംബത്തിന് വേണ്ടി ഫണ്ട് പിരിവ് നടത്തിയതായി ബോധ്യപ്പെടുകയാണെങ്കിൽ, വെളിപ്പെടുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊന്നോട്ടെ എന്നുള്ളതാണ് മനാഫിന്റെ പ്രതികരണം. ഒപ്പം തന്നെ കുടുംബം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം ഈ യൂട്യൂബ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. ഈ യൂട്യൂബ് തുടങ്ങിയതിൽ മനാഫിന്റെ പ്രതികരണം ഇപ്രകാരമാണ്: താൻ ഈ തന്റേതായ ചില കാര്യങ്ങൾ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് വേണ്ടിയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് അർജുനെ കണ്ടെത്തിയതിനു ശേഷം അത് ഉപയോഗിക്കാതിരിക്കാം എന്നുള്ളതായിരുന്നു തന്റെ തീരുമാനം. പക്ഷേ നിലവിൽ ഇത്തരമൊരു ആരോപണവുമായി കുടുംബം മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ താൻ ഈ യൂട്യൂബുമായി മുന്നോട്ട് പോകും, അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് തന്നെ ആർക്കും തടയാൻ സാധിക്കില്ല എന്നും മനാഫ് പറയുന്നു. ഒപ്പം തന്നെ വൈകാരികതയെ മുതലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നിലവിൽ മനാഫ് നടത്തുന്നത് എന്നുള്ള ആരോപണത്തിനും മനാഫിന്റെ മറുപടി, താൻ ആ രീതിയിലല്ല തന്റെ പ്രവർത്തനം, ചിലർ ഈ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, ഇവർ കളവ് പറയുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി മനാഫ് തന്നെ പ്രതിരോധിക്കാനായി പറയുന്നുണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിലും ചില സംശയങ്ങൾ, ചില ആരോപണങ്ങളൊക്കെ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനാഫിന്റെ പ്രതികരണം. കൂടാതെ ഈ ലോറിക്ക്, അതായത് അർജുന്റെ ലോറിക്ക്, തന്റെ ലോറിക്ക് അർജുന്റെ പേരിടും എന്നുള്ളതാണ് മനാഫിന്റെ പ്രഖ്യാപനം. അത് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ മനാഫ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനോട്
കുടുംബം തീർത്തും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് കുടുംബം രേഖപ്പെടുത്തിയത്. അങ്ങനെ ഒരു പേരിടേണ്ട കാര്യമില്ല എന്ന് കുടുംബം മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രതികരിച്ചു. പിന്നീട് വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ മനാഫ് പറയുകയാണ് താൻ തന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകും, താൻ തന്റെ ലോറിക്ക് അർജുൻ എന്ന് തന്നെ പേരിടുമെന്ന് മനാഫ് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഏതായാലും കുടുംബം ഉന്നയിച്ച ഗുരുതരമായ ചില ആരോപണങ്ങൾ, ചില വിമർശനങ്ങൾ, ഇതിലൊക്കെ മനാഫ് തന്റെ നിലപാട് പറയുകയാണ്, ഇതൊക്കെ തള്ളുകയാണ്. അപ്പോഴും ഈ യൂട്യൂബ് കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മനാഫ് മറുപടി പറയുകയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റൊരു വാർത്ത PV അൻവറിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് PV അൻവർ MLA വ്യക്തമാക്കുന്നത്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് PV അൻവറിന്റെ തീരുമാനം. അൻവറിനോട് സ്വീകരിക്കേണ്ട നിലപാട് UDF ചർച്ച ചെയ്യും എന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണവും ഇന്ന് പുറത്തു വന്നു. PV അൻവർ എന്ത് രാഷ്ട്രീയ നീക്കമായിരിക്കും നടത്തുക എന്ന ആകാംക്ഷയ്ക്കാണ് ഉത്തരമാകുന്നത്. അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. എന്നാൽ ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നായി ലഭിക്കുന്ന പിന്തുണ വോട്ടായി മാറുമോ എന്നത് ഒരു ചോദ്യമാണ്. പിന്തുണയ്ക്കുന്നവർ തന്നെ തള്ളിപ്പറയുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് പാർട്ടി പ്രഖ്യാപനവുമായി PV അൻവർ രംഗത്തെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി. ഈ ഞായറാഴ്ച 1 ലക്ഷം ആളുകളെ മഞ്ചേരിയിലെ വിശദീകരണ യോഗത്തിലെത്തിച്ച് ശക്തി തെളിയിക്കാനാണ് നീക്കം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും, ഇനി പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും, യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാവട്ടെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയാൽ അത് CPIM-ന് തലവേദനയാകും. സാമ്പാർ മുന്നണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണസമിതികളിൽ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതാകില്ലെന്ന് പ്രതിപക്ഷവും കണക്കുകൂട്ടുന്നു. CPIM-ന്റെ പരീക്ഷണം ഏറ്റവും ബാധിച്ച ലീഗ് തന്നെ അൻവറിന്റെ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്തതും അതുകൊണ്ടുതന്നെ. അല്ല, അത് UDF ചർച്ച ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. UDF തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. വർഗീയ ശക്തികളാണ് അൻവറിന്റെ പിന്നിലെന്ന പ്രചാരണത്തിൽ ഊന്നി പ്രതിരോധിക്കാനാണ് CPIM-ന്റെ ആലോചന. അൻവർ അണികളെ വൈകാരികമായി സ്വാധീനിക്കാതിരിക്കാനുള്ള മുൻകരുതലും പാർട്ടി എടുക്കുന്നു. CPM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വളരെ വലിയ സമര പശ്ചാത്തലമുള്ള ഒരു നാടാണ് നിലമ്പൂര് അൻവറിന്റെ സ്ഥലമല്ല, നിലമ്പൂർ കുഞ്ഞാലിയുടെ സ്ഥലമാണ്. ആ നിലയത്തിന് ഞങ്ങളിനെ കണ്ടിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്കതിൽ ഭയമൊന്നുമില്ല. ഞായറാഴ്ച അൻവർ ശക്തിപ്രകടനം നടത്തുന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് A. വിജയരാഘവൻ പങ്കെടുക്കുന്ന യോഗം. അതോടെ മലപ്പുറത്തെ രാഷ്ട്രീയ പോരിന് വീറും വാശിയും കൂടും. 24 മലപ്പുറം. നിലമ്പൂർ ആയിഷയെപ്പോലുള്ളവരുടെ പിന്തുണ, അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടിയോട് ഇടത് സ്വതന്ത്രരായി മത്സരിച്ചവരും വിജയിച്ചവരുമായവരുടെ നിലപാടുകൾ, ഇതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകും. അർഷാക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. PV അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയ ദിവസമാണ്. ഇനി പൊതുജനങ്ങൾ എങ്ങനെ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തെ കാണുന്നു എന്നുള്ളതാണ് നോക്കാം. ഒരു പാർട്ടി നല്ലതാണെങ്കിലൊക്കെ ഇവിടെ നിന്നുകൊണ്ടിരിക്കും. വീണ്ടും ഇങ്ങനെ പാർട്ടികൾ വർദ്ധിച്ചും കൊണ്ടിരിക്കും. ഒരു രാഷ്ട്രീയങ്ങളെ കൊണ്ടൊന്നും ഇവിടെ അവസാനിക്കൂല. ഇപ്പോൾ കാണുന്ന കാലഘട്ടത്തിൽ വീണ്ടും ഇങ്ങനെ എല്ലാവരും ഓരോ രാഷ്ട്രീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് വരും. PV അൻവറൊക്കെ അത് അവസരവാദമായിട്ട് കാണപ്പെടും. കാരണം PV അൻവർ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഈ തൃശ്ശൂർ പൂരം കലക്കി അതിലൊക്കെ ADGP പങ്കുണ്ട് പറഞ്ഞു. അതൊക്കെ അതിന് കുറേ എന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു, കുറച്ച് മുന്നേ എന്താ പറയുന്നത്? മൂപ്പരെ ആഗ്രഹങ്ങൾ നടത്തുക എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഒന്നിന് ബദലായിട്ടാണ് നടക്കൂല. ലീഗിനൊക്കെ ബദലായി കണ്ടാണല്ലോ പല പാർട്ടികൾ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒരു സ്വപ്നമായിരിക്കും. പുതിയതായിട്ടൊരു പാർട്ടി രൂപീകരിച്ചാൽ എത്രത്തോളം അത് സക്സസ് ആവും എന്നതിനെ കുറിച്ച് ഒന്നും നമുക്ക് ഇപ്പം പറയാൻ പറ്റൂല. നടക്കൂല. ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതാകാൻ കൂടില്ല. അവസാനം PC ജോർജിനെ പോരാവും, അത്രേ ഉള്ളൂ. പാർട്ടി രൂപീകരിച്ച് വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ ഏതെങ്കിലും മുന്നണി കൂടി അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ വിജയിച്ചെന്ന് വരും, ചിലപ്പം പരാജയപ്പെട്ടെന്ന് വരും. അവർ തമ്മിലുള്ള കളികളാണ് നടക്കുന്നത്. കാരണം ഇത് ഈ എന്താ പറയുന്നത്, ഈ പണ്ടാരണ്ട് പറഞ്ഞവർ ഈ ഇരുമ്പ് വഴുകുമ്പോൾ കൊല്ലത്തെയും ഒന്നാവും എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതുപോലെയൊക്കെ തന്നെ സംഭവിക്കും. പൊതുജന കഴുതയുള്ള എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സ്വപ്ന പദ്ധതി എങ്ങനെ തകിടം മറിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് കോഴിക്കോട് തെങ്ങിലക്കടവ് മലബാർ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്വകാര്യ ട്രസ്റ്റ് തീർത്തും സൗജന്യമായി സർക്കാരിന് നൽകിയ ആശുപത്രിയും അനുബന്ധ ഉപകരണങ്ങളും 1.5 പതിറ്റാണ്ടോളമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതു സംവിധാനം നശിപ്പിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് എന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമായിരിക്കുന്നു. ക്യാൻസർ ചികിത്സയും അനുബന്ധ ഗവേഷണവും ഉറപ്പു നൽകി 2010 സർക്കാർ ഏറ്റെടുത്തതാണ് ഈ ആശുപത്രി കെട്ടിടം. ഉറപ്പ് പാഴായി എന്ന് മാത്രമല്ല,
കോടികൾ വിലമതിക്കുന്ന കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും നാശത്തിന്റെ വക്കിലുമാണ്. ഡോക്ടർ ഹഫ്സത്ത് ഖാദർ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള മലബാർ ക്യാൻസർ റിസർച്ച് ട്രസ്റ്റ് സൗജന്യമായി സർക്കാരിന് കൈമാറിയതാണ് 6.5 ഏക്കർ സ്ഥലവും നല്ലൊരു ആശുപത്രി കെട്ടിടവും. മാവൂർ തെങ്ങിലക്കടവിലെ ആശുപത്രി അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന PK ശ്രീമതിയാണ് ട്രസ്റ്റിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. ആദ്യഘട്ടത്തിൽ തലശ്ശേരി ക്യാൻസർ സെന്ററിന്റെ ഉപകേന്ദ്രമാക്കാനും തുടർന്ന് അത്യാധുനിക ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രമാക്കാനുമായിരുന്നു തീരുമാനം. അതൊന്നും ഉണ്ടായില്ല. ആ സർക്കാരിനെ പോലെ തുടർന്നു വന്ന സർക്കാരുകളും തിരിഞ്ഞു നോക്കാതായതോടെ ഈ വിധമായി. പ്രധാന കെട്ടിടത്തോട് ചേർന്ന ഭാഗമാണിത്. ഇവിടുത്തെ കെട്ടിട നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ മേഖല ഇപ്പോൾ വിവിധ ജീവികളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നിപ്പ ആശങ്ക വർദ്ധിപ്പിച്ച് വവ്വാലുകളും പാമ്പ് അടക്കമുള്ള ഇഴജീവികളും ഇവിടുത്തുകാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. 2010 വരെ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ സൗജന്യ ചികിത്സയുണ്ടായിരുന്നു. ഉപകരണങ്ങൾക്കായുള്ള വൻ ചെലവും ആശുപത്രി നടത്തിപ്പും താങ്ങാൻ കഴിയാതായതോടെയാണ് സർക്കാരിന് കൈമാറിയത്. അതോടെ ഇവിടുത്തെ ചികിത്സയും നിലച്ചു. ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് മാത്രമേ നമുക്കിപ്പം കാണാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഇതുപോലും ഇപ്പോൾ ഉപകാരത്തിൽ പെടാത്തൊരവസ്ഥയിലാണുള്ളത്. കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ക്യാൻസർ രോഗികൾക്ക് കുറച്ചും കൂടെ സഹായകരമാകും. കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലവും കെട്ടിടവും ഉപകരണങ്ങളും ലഭിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാത്തതിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അട്ടിമറിക്കുന്നു എന്നാണ് ആക്ഷേപം. ക്യാൻസർ ആയിട്ടുള്ള രോഗികൾക്ക് എത്രയോ പൈസയാണ് കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് ചിലവാകുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ട അല്ലെങ്കിൽ വളരെ താഴ്ന്ന നിലയിലുള്ള പേഷ്യൻസിന് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ടാണ് ഇതേപോലത്തുള്ള ക്യാൻസർ സെൻ്ററുകളിൽ ഹെൽപ്പാവുക. പക്ഷേ അതുപോലും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈവൻ ഇപ്പം നമ്മൾ ഈ നാട്ടുകാരാണ്. നമ്മളിപ്പം പല സമയത്തും നമ്മളെ ഇവിടെ വരുന്ന സമയത്ത് നമ്മളറിയാത്ത കുറേ ആൾക്കാരാണ് ഇവിടെ സാമൂഹികമായ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ ഏർപ്പെടുന്നത്. കാരണം ഗവൺമെൻറ് സ്ഥലമാണ് മുകളിലേക്കുള്ളത്. നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ആൾക്കാരെ എന്താണ് വന്ന് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാക്കുന്നില്ലെങ്കിൽ ഭൂമി ട്രസ്റ്റിന് തന്നെ തിരിച്ചു നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ആശുപത്രി തുറക്കാൻ 2014-ലും 2019-ലും നീക്കം നടന്നെങ്കിലും ഫലം കണ്ടില്ല. മലബാറിലെ ആയിരക്കണക്കിന് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ആശ്രയമാകേണ്ട ഒരു സംവിധാനം ഈ വിധം നശിക്കുകയാണ്. വിഷയം മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കോഴിക്കോട് നിന്ന് രജേഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും നാട്ടുകാരെന്ന നിലയ്ക്ക് പൊതുവായി ഒരു സർവകക്ഷി ആക്ഷൻ കൗൺസിൽ എന്ന നിലയ്ക്കും പല സമരങ്ങളും ഒക്കെ നടത്തിയെങ്കിലും ഇപ്പോഴും ഇതൊരു നോക്കുകുത്തിയായിട്ട് തന്നെ ഇവിടെ തുടരുകയാണ്. പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സ്ഥലവും കെട്ടിടമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാവൂരിന് ഒരു PHCയോ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ട്രസ്റ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൻ്റെ സ്ഥാപകർ ഉദ്ദേശിച്ച പോലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക്, സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റൽ വരണമെന്ന് തന്നെയാണ് നാട്ടുകാരെന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ വികസനം വരും, ഇവിടെ ഹോസ്പിറ്റൽ സംവിധാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇവിടെ നടക്കില്ല. ഇവിടെ ഗവൺമെൻറ് ഒരു കാര്യവും ഇതിനു വേണ്ടി ചെയ്യുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ അനുഭവിക്കുന്നത്. ഇത്രയും ഏക്കർ സ്ഥലം, ഇത്രയും ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പലരും വന്ന് പോകുന്നുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു കാര്യം ഗവൺമെൻറ് ചെയ്യുന്നില്ല. ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലാണ്, ഒരുപാട് രോഗികൾക്കെങ്കിലും ഹെൽപ്പാവും ഇതെന്തെങ്കിലും ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഹോസ്പിറ്റലായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിലും വേറെ എന്തെങ്കിലും സംരംഭമായിട്ടെങ്കിലും തുടങ്ങിയാൽ നാട്ടുകാർക്ക് ഒരു ഹെൽപ്ഫുള്ളാവും. ഇത് വെറുതെ ഇങ്ങനെ സർക്കാർ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് വെറുതെ സ്ഥലവും ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് കോളേജോ ഒരു ഹോസ്റ്റലോ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ സർക്കാരിന് ഉപകാരമുള്ള ഒരു ഇതിലേക്ക് വരും. ലേഖാജയൻ പറയുന്നുണ്ട്, ഇങ്ങനെ ആശുപത്രി കെട്ടിടങ്ങൾ നശിപ്പിക്കാതെ സർക്കാർ ഇത് വീടില്ലാത്തവർക്ക് കൊടുക്കൂ എന്നിങ്ങനെ. ഈ വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ യൂട്യൂബിൽ വരുന്നു. പൊതുജനം കഴുതയല്ലർസ് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റീന സതീഷിന് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി ആംബുലൻസൊക്കെയും ഈ ദുരിത വഴിയിലൂടെ വേണം സഞ്ചരിക്കാൻ എന്നൊരു കാര്യം റീന സതീഷിന് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൊച്ചി മെട്രോ നിർമ്മാണം 2ാം ഘട്ടം ഇഴഞ്ഞു നീങ്ങുന്നതോടെ പ്രതിഷേധം കടുക്കുന്നു. വൈദ്യുതി തടസ്സവും ഗതാഗതക്കുരുക്കും മൂലം പുറതിമുട്ടിയിരിക്കുകയാണ് കൊച്ചി നഗരം. സർക്കാരിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി ഉമാ തോമസ് MLA രംഗത്തെത്തി.
കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണം അനന്തമായി നീളുന്നതോടുകൂടി യാത്രക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധി ചില്ലറയൊന്നുമല്ല. തുടരെ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കും വൈദ്യുതി തടസ്സവും കൊടിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്ഥലം MLA ഉമാ തോമസ് അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പാലാരിവട്ടം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോ നിർമ്മാണത്തിന്റെ 2ാം ഘട്ടം അനന്തമായി നീളുന്നതിനെതിരെയാണ് പ്രതിഷേധവുമായി ഉമാ തോമസ് രംഗത്തെത്തിയത്. ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയിട്ടും മറുപടിയുണ്ടായില്ല. മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി സമാന്തര റോഡുകൾ ആവശ്യപ്പെട്ടിട്ടും പരിഗണിച്ചില്ലെന്നും MLA വ്യക്തമാക്കി. നടുവിലൂടെ ബാരിക്കേഡുകൾ വെച്ച് പോകുമ്പോൾ യു-ടേൺ എടുത്ത് പോകുന്നത് പോലെ കാൽനടക്കാർ പോലും ഒരു യു-ടേൺ എടുത്ത് വരേണ്ട അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി രാവിലെ മുതൽ ഓഫ് ചെയ്താൽ ഏതാണ്ട് വൈകുന്നേരം വരെ ഓഫ് ചെയ്ത് വെക്കുന്നത് കാരണം പ്രത്യേകിച്ച് ഇൻസുലിൻ പോലെയുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്ന രോഗികൾക്ക് മെഡിസിൻ പോലും സൂക്ഷിക്കാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മെട്രോ നിർമ്മാണത്തിലെ പ്രശ്നം പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും ഫണ്ടില്ലാത്തതാണ് പ്രധാന പ്രശ്നമെന്നും KMRL MD ലോക്നാഥ് ബെഹ്റ. കൂടുതൽ ട്രാഫിക് വാർഡൻ നിയോഗിക്കണം, അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ മാഡമിൻ്റെ ഓരോ കാര്യം ബാക്കി പ്രിപ്പറേറ്ററി വർക്ക് നമ്മുടെ വയഡക്ട് ലൈനിൽ ആ റോഡിൽ നമ്മുടെ പ്രിപ്പറേറ്ററി വർക്ക് ഇപ്പോൾ തീരാൻ പോകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ വളരെ ഹമ്പിളായിട്ട് ഞാൻ ഗവൺമെൻറ്റിക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ പൈസ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അത് ഗവൺമെൻറ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ടോ, അത് കിട്ടിയ ശേഷം നമ്മുടെ ആ വരികൾക്ക് നമുക്ക് ചെയ്യാം. ഗതാഗതക്കുരുക്ക് മുന്നറിയിപ്പില്ലാതെ ഏറെ നേരം വൈദ്യുതി മുടങ്ങുന്നത്, സമീപ റോഡുകളിലെ തിരക്ക് തുടങ്ങിയവയാണ് നഗരം നേരിടുന്ന പ്രശ്നം. പരിഹാരം ആവശ്യപ്പെട്ട് ആലിൻചുവട് മുതൽ പാലാരിവട്ടം വരെ MLAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. ഒരു വശത്ത് ജനപ്രതിനിധി അടക്കം സമരമായി മുന്നോട്ട് പോകുമ്പോൾ KMRL തരുന്ന വിശദീകരണം ഫണ്ടില്ല എന്നുള്ളതാണ്. ഫണ്ട് ക്ഷാമം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പ്രതിസന്ധികൾക്ക് പരിഹാരമാകണം. കാത്തിരിക്കാം. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24. യാത്രാ ദുരിതമാണ്, അതിന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഉമാ തോമസ് MLA. പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് പോകാൻ ഭയങ്കര ഡിലേ ആവും. ഫുഡ് എത്തിക്കാനും കറക്റ്റ് ടൈമിന് എത്തിക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡിലേ ആണ്. ഫുഡൊക്കെ എല്ലാം ഡിലേ ആയിട്ട് എത്തുന്നത്. ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടില്ലേ, കോലം കണ്ടില്ലേ, പോലീസുകാർ വന്നാൽ ചാർജ് ചെയ്യൂടാ. ബ്ലോക്ക് അല്ലെങ്കിലും എറണാകുളത്തെ ബ്ലോക്കിനെ സംബന്ധിച്ച് പറയാം, ബ്ലോക്ക് ഇപ്പോഴും ഉള്ളതാണ്. പിന്നെ മെട്രോളിന്റെ ബ്ലോക്ക് വെച്ച് ബ്ലോക്ക് കൂടുതലാണ്. ഇപ്പൊ ഈ ദിവസം നോക്കണമെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സ്പീഡാക്കാൻ വേണ്ടി സ്പീഡാക്കൂലേ. സ്വാഭാവികമായിട്ട് ആ റോഡൊക്കെ സൈഡ് എല്ലായിടത്തും ടാറൊക്കെ ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇവർ കൊണ്ടുപോയി ഡിവൈഡർ കൊണ്ട് വെച്ച് മൊത്തം ബ്ലോക്കാണ്. ഇപ്പോൾ ഇവിടെ നേരെ ചെല്ലുമ്പോൾ മഹിളാ ജ്വല്ലറി അവിടെ ഇങ്ങനെ ഇത്രയും പൊക്കത്തിൽ 50 വെച്ചാണ്. അവിടെ വണ്ടി കയറും. അതുപോലെ ഫുൾ സൈഡ് റോഡ് ടാർ ചെയ്തിട്ടാണ്. മറ്റേ DMRC പണിയുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇട റോഡുകളും മെയിൻ റോഡുകളെല്ലാം ടാറൊക്കെ ചെയ്ത് ഒരു പ്രശ്നമില്ലാതാക്കിയിട്ട് അവർ ഡിവൈഡർ വെച്ചത്. ഇവർ ഇവിടെ ഓടിക്കൊണ്ടുവന്ന് മൊത്തം ഡിവൈഡർ വെച്ച് തീരണമെന്നാണ് ആഗ്രഹം. ഇത്രയും പെട്ടെന്ന് തീർക്കുവാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമല്ലേ. ഇതോടെ പൊതുജനം കഴുതൽ എന്ന പരിപാടി പൂർത്തിയാകുന്നു.